ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കറിച്ചട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇടുക്കി സ്പെഷ്യൽ ചമ്മന്തിയാണ്. നമ്മുടെ ചുവന്നുള്ളിയും വിനെഗറും മാത്രം ഉപയോഗിച്ചിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് ചക്കയുടെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇതേപോലെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നേരെ നമുക്ക് ആദ്യം തന്നെ ചട്ടി ചൂടാക്കാൻ വെക്കാം. ചീനിച്ചട്ടി വെച്ചിരിക്കുകയാണ്. ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തോളം എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു 4 ആൾക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. നേരെ കടുകിടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ഉലുവ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ആഡ് ചെയ്യാം. ചുവന്നുള്ളി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഒരുപാട് ടൈപ്പ് ചമ്മന്തികൾ കണ്ടിട്ടുണ്ട്. കപ്പയുടെ ഒക്കെ കൂട്ടാൻ നമ്മുടെ കാന്താരി ചമ്മന്തിയും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഈ ചുവന്നുള്ളി ചമ്മന്തി. വളരെ കുറഞ്ഞ ഐറ്റംസ് മാത്രമേ നമ്മൾ ഈ ചമ്മന്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. താനും നമ്മൾ എപ്പോഴും ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക വാടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് ഒരു അല്ലി കറിവേപ്പിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ഇടുമ്പോൾ മുറിച്ചിട്ടിടണം. നമ്മൾ ആ അല്ലിയായിട്ടല്ല ഇടുക, ഇങ്ങനെ കുറച്ച് ചെതറിച്ചിട്ടിടുക. ഇളക്കൽ ഒരിക്കലും മിസ്സാകാൻ പാടില്ല. എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നന്നായിട്ട് കൂട്ടത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ആൻറ്റിയായ ബിന്ദു ആൻറ്റീൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടി അപ്പുവാണ് ഉണ്ടാക്കുന്നത്. നമ്മളതെല്ലാം കൂട്ടി കപ്പയുടെ കൂട്ടത്തിലൊരു കഴിക്കലുണ്ട്. അപ്പൂസ് നോക്കിക്കേ, നീ ഉണ്ടാക്കിക്കേ. നമുക്ക് ഈ ഒരു നേരം ഇതിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഏകദേശം ഒരു ആവശ്യത്തിനുള്ള ഉപ്പ്, നിങ്ങൾ എത്ര വെച്ചാൽ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം കുറച്ചും കൂടി പെട്ടെന്ന് ഉള്ളി വഴന്നു വന്നോളും. നല്ലൊരു മണക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്ന സംഭവമാണ് മുളക് പൊടി. നമ്മുടെ നാടൻ മുളക് പൊടിയാണെങ്കിൽ നമുക്കൊരു 2 ടീസ്പൂണൊക്കെ മതി. ഇപ്പോൾ കാശ്മീരി ചില്ലി വല്ലതും ആണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു 2-3 ആയാലും കുഴപ്പമില്ല. കാരണം കുറച്ചും കൂടി നല്ല എരിവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കാര്യങ്ങളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏകദേശം ഒരു 3 ടീസ്പൂണ് വിനാഗിരി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. നമുക്ക് 2-3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട്. നമ്മുടെ കാന്താരി ചമ്മന്തിയൊക്കെ പോലെ തന്നെ ഈ മുളക് പൊടിയും ചുവന്നുള്ളി മാത്രമാണെങ്കിലും അത്യാവശ്യം നല്ല എരിവുള്ളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എരിവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് കപ്പയുടെ കൂട്ടത്തിൽ ഒന്ന് കഴിച്ച് നോക്കാം. നമ്മുടെ കപ്പ ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ.
നമുക്ക് തോന്നുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ചെണ്ടൻ കാപ്പി, നല്ല ചൂടോടുകൂടി നല്ല ഈ ചമ്മന്തി, അത് ഈ പറഞ്ഞ പോലെ ഈ ചമ്മന്തി ഇതിൽ കൂട്ടിയിട്ട് കാണുന്നില്ലേ ആവി പറക്കുന്നത്, ഇതുപോലെ ഇങ്ങനെ വലിയ എരിവ്, നല്ല ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. കൊതി കൊടുക്കുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. നല്ല കപ്പി, നല്ല വെന്തിരിക്കുന്ന കപ്പ, അത് ഈ പറഞ്ഞതുപോലെ നോക്കി നല്ല ആവി പറക്കുന്ന കാണുന്നില്ലേ, അതിങ്ങനെ കൂട്ടി കഴിക്കുക. അടിപൊളി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല കപ്പയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ കാന്താരി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുമല്ലോ, അതിനേക്കാളൊക്കെ വെല്ലുന്നൊരു സാധനമാണ്. ഇപ്പൊ മീൻകറിയോ മീൻ പൊരിച്ചതോ ഒന്നുമില്ലെങ്കിലും കപ്പ പൊളിയായിട്ട് കഴിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതാ ഈ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ കൂട്ടി കഴിക്കുക. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമ്മുടെ റെസിപ്പി എല്ലാം ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ ബൈ.